ഹലോ, അപ്പോൾ നമ്മളിന്ന് മലേഷ്യയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് എന്താ പറയുക ട്രെയിനിന് ഇവിടെ വന്നു, ഈവനിങ് വന്നു, അവിടെ റൂം എടുത്തു. പിന്നെ ഇപ്പം നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റ് കയറിയപ്പോൾ ഇതാ മലേഷ്യയിലെത്തി കേട്ടോ. മലേഷ്യയിൽ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഞങ്ങൾ അക്ബർ ട്രാവൽസ് വഴിയായിരുന്നു ഈ ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഒരാൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാറ് കാര്യങ്ങളൊക്കെ അവരാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. റൂമൊക്കെ അവർ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്നിപ്പം പുലച്ച ടൈമാട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. കോലാലംപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലായിരുന്നു കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 2-3 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടെ കോലാലംപൂരിലേക്ക്. പക്ഷേ പെട്ടെന്ന് എത്തുമായിരുന്നു. പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ എന്താ പറയുക, പുലർച്ചെ രാവിലെ ടൈമാണെങ്കിലും ഭയങ്കര, എനിക്ക് തോന്നുന്നു എല്ലാവരും ഓഫീസിലേക്ക് പോകുന്ന തിരക്കായതുകൊണ്ടേക്കും കുറേ നേരം ട്രാഫിക്കിൽ നിന്നു. പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മളിത് ഹോട്ടലിൽ കൂടെ പുറത്തേക്ക്, ഹോട്ടലിലെ റൂമിൽ കൂടെ ഞങ്ങൾ പുറത്ത് കാണുന്ന ഇതാട്ടോ കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 1 BHK റൂമായിരുന്നു കേട്ടോ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേഗം പോയി വരാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലെത്തിയത് എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ന് അവരെ എന്താ പറയുക, അവർ കാറും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നാളെ മുതലാണ് അവരെ ഗൈഡും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. കാറൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്നിപ്പം ടാക്സിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ അധികം തമിഴരാട്ടോ, തമിഴ ഹോട്ടലാണ്. പിന്നെ എനിക്കൊന്ന് പൂജാ സാധനങ്ങളോ അങ്ങനത്തെ ഒക്കെ അധികം തമിഴരാണ് ഞങ്ങൾക്ക് കണ്ടിട്ടുള്ളത്. പിന്നെ ഫോറിനേഴ്സും അവിടുത്തെ ആളുകളും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ ചെട്ടിനാട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വസന്തഭവൻ, അങ്ങനത്തെ ഹോട്ടലുകളാട്ടോ കണ്ടത്. നമ്മളെ മലയാളി ഫുഡ് കഴിക്കാനുള്ള രീതിയിലാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടൽസാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇത് സിറ്റിയിൽ ഏകദേശം അവിടെ എത്താനായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, പുറത്തുള്ള കാഴ്ച കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു അധികം ഉണ്ടായിരുന്നു കേട്ടോ. കോലാലംപൂരാണ് അധികം ആൾക്കാരും ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് താമസിക്കാൻ. മറ്റേത് എയർപോർട്ടിൽ നിന്ന് വരുന്ന ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ തോന്നും കേട്ടോ. പെട്ടെന്നാണ് മഴ പെയ്യുക. അതുപോലെ തന്നെ മുഴുവൻ തെങ്ങുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു കാലാവസ്ഥ കേട്ടോ. പക്ഷേ നമുക്ക് മഴ പെയ്താലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം കുടയൊന്നും ഇല്ലെങ്കിൽ സൈഡിൽ കുറേ ഇതേപോലെ ഷെഡ് പോലെ കെട്ടിയിട്ടുള്ള നമുക്ക് നിൽക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നാണ് മഴ പെയ്യാന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് പോലെ കുറേ സ്ഥലം ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഇങ്ങനെ അത് കൂടി തന്നെ നമുക്ക് നടന്നും പോവാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊന്നും ഇങ്ങനെ മഴയും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ഖത്തറിലായതുകൊണ്ട് അധികം മഴയൊന്നും കാണാറില്ല. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്തല്ല. ഇപ്പം മലേഷ്യയിൽ വന്നപ്പോൾ ഇതേപോലെ തന്നെ നല്ല ടൈമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും മഴയൊന്നുമില്ല, ചില ടൈമിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നൈറ്റിൽ ചൈന ടൗണിൽ പോയതാട്ടോ. ഇവിടുത്തെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചീപ്പസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ചൈന ടൗൺ കേട്ടോ. എല്ലാത്തിൻ്റെയും ഷോപ്പുണ്ട്. അതായത് ഷൂവിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും, സൺഗ്ലാസിൻ്റെ, അതുപോലെ തന്നെ വാച്ചിൻ്റെ, അങ്ങനെ ഓരോന്നിൻ്റെയും. പക്ഷെ നമ്മൾ എന്താ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവർ പറയുന്ന റേറ്റ് കൊടുക്കുകയും ചെയ്തത് ഭയങ്കര റേറ്റാണ് അവർ പറയുക. ഡോളർ റേറ്റിനൊക്കെയാണ് അവർ പറയുക കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും നന്നായിട്ട് ബാർഗെയിൻ ചെയ്താൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചൈനീസ് ഫുഡാണ് ഇവിടെ കൂടുതലുണ്ടായിരുന്നത്, ചൈനീസ് ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ബട്ടുവ കേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലം, ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക സുബ്രഹ്മണ്യൻ്റെ 140 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ സിറ്റി കൂടെ തന്നെ അങ്ങനെ പോവാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ഭയങ്കര ഒരു കേവ് തന്നെ കേട്ടോ. അത് അടിപൊളിയാണ്, നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പോകുന്ന ഭാഗത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, റോട്ടിലൊക്കെ. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക്. പിന്നെ എന്താ പറയുക,
നമ്മൾ ഗൈഡ് കൂടുതലുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് ടൈമും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ കണ്ടിറങ്ങണം. അതാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. മറ്റേ ആരുമില്ലെങ്കിൽ നമ്മൾ കുറേ ടൈം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊന്നുമില്ല, അവരെന്നെ ഒരു ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എത്ര സ്ഥലത്ത് പോകണം എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഞങ്ങളവിടെ എത്തി. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 2 മണിക്കൂറാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് 2 മണിക്കൂർ നിന്ന് തോന്നുമ്പോൾ നമ്മളായിരിക്കും ഇത് അത്രയൊന്നും കാണാനില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് ഇത് വലിയൊരു സ്റ്റാച്ചു തന്നെയാണ്. ഇവിടെ കാണാൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, പ്രാവുകളായിരുന്നു നിറച്ചുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊന്നും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മേലിൽ നിന്ന് പോവില്ല, അതേപോലെയാണ്, നമുക്ക് പേടിയാവും കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സ്റ്റെപ്പ് ഭയങ്കര ഒരുപാട് 73 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ തോന്നുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇത് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്തണമെങ്കിൽ. അതൊരു ഭയങ്കര ഒരു ഇതന്നെയായിരുന്നു. എന്താ പറയുക, നമുക്ക് വയ്യാത്ത ആൾക്കാർക്കൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല. ഞങ്ങളിങ്ങനെ നിന്ന് മെല്ലെ മെല്ലെയാണ് കേട്ടോ കയറിയിരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാൽ കോലാലംപൂർ സിറ്റി മൊത്തം കാണാമെന്ന് കേട്ടോ പറയുന്നത്. അതായത് പകുതി കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അത്രയ്ക്കും സ്റ്റെപ്പ് ചെയ്യുന്നു കേട്ടോ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങൾക്കിത് കയറുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഗുഹേനുള്ളിൽ കയറുമ്പോൾ നമ്മളൊരു പ്രത്യേക വൈബാട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ മഴ പെയ്ത ടൈമും കൂടിയാണെങ്കിൽ, മഴ പെയ്യാത്ത സമയമാണെങ്കിൽ കൂടി ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. നമ്മൾ മേലിലേക്ക് ഇങ്ങനെ തെറിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഫോറിനേഴ്സും എല്ലാ ആൾക്കാരും വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൂജാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, നമുക്ക് ഷീട്ടൊക്കെ ചെയ്യാം. പിന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലമായതുകൊണ്ട് മയിലും കാര്യങ്ങളും അങ്ങനത്തെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഈ പഴനിയിലൊക്കെ പോയാൽ ഉണ്ടാവില്ലേ, അതുപോലുള്ളൊരു അങ്ങനെ ഒരു കുറേ കൊത്തുപണികളൊക്കെ നടത്തിയിട്ടുള്ള ഒരു അമ്പലമാട്ടോ അത്. ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ ടൈം വേണം കേട്ടോ. ഈ പറഞ്ഞ പോലെ 2 മണിക്കൂറൊന്നും നമുക്ക് മതിയാവില്ല. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇത് കയറി വരാൻ തന്നെ, സ്റ്റെപ്പ് കയറാൻ തന്നെ കുറച്ച് മെനക്കെട. അപ്പോൾ നമുക്ക് ആ ഒരു സമയം നമുക്ക് എന്തായാലും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കയറി വരുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. പിന്നെ ഇവിടെ കുരങ്ങന്മാർ, അതാണ് മെയിനായിട്ടുള്ളത്. ചുറ്റും നമ്മളിന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി പിന്നെ നമ്മളെ മെയിനിലേക്ക് ചാടി വരും. പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പം, നമ്മൾ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമോ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ നല്ല നീറ്റായിരുന്നു കേട്ടോ. അമ്പലവും നല്ല എന്താ പറയുക, നമുക്ക് പ്രത്യേക ഒരു എനർജി തന്നെ കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്രയോ കാലം പഴക്കമുള്ള ഒരു അമ്പലം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ എന്താ പറയുക, കിളികളെ ശബ്ദങ്ങളും പിന്നെ ഭയങ്കര ഈ ഇതിൻ്റെ വവ്വാലിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള ഈ ചെറിയൊരു കടയാണ്. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം മോതിരം, അങ്ങനത്തെ ഓരോരോ ഇൻഫിനിറ്റീൻ്റെ ഒക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ പുറത്ത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴനി പോലെയൊക്കെ നമുക്ക് തൂണും പെട്ടെന്ന് കാണുമ്പം. അങ്ങനെ പല കളറിലൊക്കെ കൊടുത്തിട്ടുള്ള തൂണുകൾ. ഇതിൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് നിന്നാൽ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പരുന്തിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പം അവിടെയും ഇതേപോലെ ഞങ്ങളൊന്ന് കയറി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.